ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ ചോറിലേക്ക് വേണ്ട ഉള്ളി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇറച്ചിയിലേക്ക് വേണ്ട ഉള്ളി ഞാൻ ആദ്യം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചോറിലിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് പോരാം. ഇതേപോലെ വറുത്തിട്ട് തന്നെ നമ്മൾ ഇറച്ചിയിലും നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഉള്ളിയൊക്കെ വറുത്ത് പോയി നമുക്കിനി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിൽ വറുത്ത് പോരണം. അപ്പോൾ അതാ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടി ഒന്ന് വറുത്ത് കോരി എടുക്കണം. അപ്പോൾ അതങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിക്കായി വന്നിട്ട് ഞാൻ എണ്ണയിൽ നിന്ന് കോരി എടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച ഉള്ളിയുടെ മുകളിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചോറിൻ്റെ ഇടയിൽ ഈ ഉള്ളി ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഗരം മസാലയും കൂടി അതിൽ പെട്ടോളൂ. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അതേപോലെ ഗരം മസാല കുറച്ച് അതിൻ്റെ മുകളിൽ നിന്ന് വിതറി കൊടുക്കുക. ഇനി നമുക്ക് ഇറച്ചിയിലേക്ക് കൊണ്ട് മസാലയൊക്കെ തയ്യാറാക്കാം. അപ്പോൾ ഇതാ ഞാൻ 1 കിലോത്തോളം അടർച്ചയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അതേപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലും ഇറച്ചിയൊക്കെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു ബിരിയാണി ഉണ്ടാക്കണം കാണിച്ചത് അതേപോലെ തന്നെയാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അതാ 1 1.5 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂണ് വലിയ ജീരകം പൊടിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ സ്പൂണ് കുരുമുളക് പൊടിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ മുളക് പൊടി എരിയുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ 1 സ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, 1 സ്പൂണ് കുരുമുളകും ചേർത്തിട്ടുണ്ട്. ഇനി പച്ചമുളകും ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതാ ഞാൻ 2-3 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് മസാലയുടെ മുഴുവനായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പട്ടയും പിന്നെ ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിനുള്ളിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊരിച്ച് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കണ്ടോ. 2 പിടിയോളം ഉള്ളി പൊരിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അത് അങ്ങനെ എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4-5 തക്കാളി അങ്ങനെ അതേപോലെ അരിഞ്ഞെടുത്തത് അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ നീളത്തിൽ കയറിയിട്ട്. പിന്നെ നമുക്ക് ഈ മട്ടണിലേക്കും ഈ മസാലയ്ക്കൊക്കെ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉള്ളി പൊരിക്കാൻ എടുത്തില്ലേ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്, അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാലയും ഇറച്ചിയും എല്ലാം കൂടി നല്ലോണം കൈ വെച്ചിട്ട് തന്നെ തിരുമ്മിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് തൈരും കൂടി ചേർത്തുകൊണ്ട് ഒരു പാക്കറ്റിൽ നിന്ന് ഒരു പകുതിയോളം തൈര് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഇതേപോലെ മിക്സ് ചെയ്തിട്ടൊക്കെ മസാല ഉണ്ടാക്കിയിട്ട് ബിരിയാണി വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇറച്ചിയിലേക്ക് നല്ലോണം പരട്ടി വരുന്ന രൂപത്തിൽ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കാം കേട്ടോ. പിന്നെ നമുക്കത് വേവിച്ചെടുക്കുക. 5 മിനിറ്റോളം വെച്ചാൽ മതി. ഇതൊന്നിലേക്ക് കുക്കറിൽ വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതേപോലെ മസാല ആക്കിയിട്ട് ഇനി ഇതങ്ങനെ കുക്കറിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ വേവിച്ചെടുക്കുക. അപ്പോൾ അത് ഞാനൊരു സ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ.
കുക്കറിൽ വേവിക്കുന്നതിനേക്കാളിലൊക്കെ നല്ലത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അടുപ്പത്ത് വെച്ച് ബിരിയാണി തയ്യാറാക്കണം കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതാ ഞാൻ ചോറ് വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളക്കാനായപ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പൊന്നും അധികമായിട്ട് നിൽക്കണം കേട്ടോ വെള്ളത്തിൽ, എന്നാലേ ചോറിൽ നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാൻ ഉപ്പും മസാലകളൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ അരി വേവിച്ചെടുക്കുന്ന സമയത്ത് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 മണിക്കൂറോളം കുതിർത്ത് വെച്ച അരിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ആ മസാല കൂട്ടി ചതച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ചോറ് വേവിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ അരിയൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കേട്ടോ. അരി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ചിലപ്പോൾ കട്ട കുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലപോലെ ഇളക്കി അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. തിളക്കുന്നവരെ അടച്ച് വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. തിളക്കണം നോക്കുക നമുക്ക്. എന്നിട്ട് പിന്നെ അടച്ച് വെക്കുക. കൂടുതൽ നേരമായിട്ട് വേവിക്കുക. ഒരു 3/4 ഭാഗത്തോളം വെന്ത് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലപോലെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അത് അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പാകത്തിനുള്ള വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വേവിച്ചെടുക്കുന്നത് ചോറ് വെന്ത് കുഴഞ്ഞു പോവും. അപ്പോൾ ഇതാ അതേപോലെ ഇങ്ങനെ ചോറ് വേറെ വേറെ നിൽക്കണം കേട്ടോ. തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തില്ല. അപ്പോൾ അതങ്ങനെ നിൽക്കും ചോറ്. അപ്പോൾ അത് മുഴുവനായിട്ട് നൂറ്റിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇറച്ചി വെന്തിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടോ ഞാൻ അടുപ്പത്ത് ചോറ് വേവിച്ചത്. അപ്പോൾ നമുക്കിത് വീണ്ടും ഈ ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് ഇറച്ചി അടുപ്പത്ത് വെക്കാം. എന്നിട്ട് വേണം നമുക്കിത് ചോറൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇറച്ചി അങ്ങനെ പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇറച്ചിയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് മസാലയൊക്കെ നല്ല പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ദം ചെയ്തെടുക്കാം. ഈ വെള്ളത്തിൽ തന്നെ ഇരുന്നോട്ടോ. വെള്ളം കൂടുതൽ വറ്റിക്കരുത്. അപ്പോൾ നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അതിലേക്ക് നമ്മൾ മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളി പൊരിച്ചത് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പിടിയോളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി വേണം നമുക്ക് ചോറ് ഇതിലിട്ടിട്ട് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ ഓരോ ലെയറായിട്ട് ചോറിങ്ങനെ നിരത്തി കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ ഒരു ലെയർ ചോറങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിക്കതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് അതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. 2-3 സ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതേപോലെ തന്നെ ചോറ് നിരത്തി കൊടുക്കുക. അതേപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി ചേർത്ത് കൊടുക്കുക, നെയ്യ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ 2-3 ലെയറായിട്ട് ഇത് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് അങ്ങനെ മുഴുവനായിട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ ഞാൻ മുഴുവൻ ചോറിന് മുകളിൽ ഇതേപോലെ 2-3 ലെയറായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് നമുക്ക് നല്ലവണ്ണം തട്ടിപ്പൊത്തി ചോറൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളിയുടെ എണ്ണ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 3-4 സ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക. ഈ ചേർത്ത് കൊടുക്കുന്ന കളറൊന്നും അല്ല കേട്ടോ, നെയ്യാണ്. നാടൻ നെയ്യായതുകൊണ്ടാണ് അങ്ങനെ മഞ്ഞ നിറം. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കാം. നാരങ്ങ നെയ്യ് എടുത്തിട്ട് അതിങ്ങനെ ഒഴിച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പിഴിഞ്ഞ് കൊടുത്താലും മതി. ഇതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തിട്ടുള്ളതും ഉള്ളി വറുത്തതും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് കുറച്ച് തൂവി കൊടുക്കുക. ഇതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാല കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് മതി, കൂടുതലായി പോകരുത്. കൂടുതലായ പിന്നെ മസാലയുടെ ചുവയായിരിക്കും ചോറ്, അപ്പോൾ രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ഒരു നുള്ളെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെതറി കൊടുക്കുക.
പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനതിപ്പോൾ മറന്നുപോയി. പിന്നെ അടച്ച് വെച്ചിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാനത് പോയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് നല്ല കനലുള്ള അടുപ്പത്ത് വെച്ചിട്ട് ദം ചെയ്തെടുക്കാം. കുറച്ച് കനൽ കോരിയിട്ട് ഇതിൻ്റെ മുകളിലും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ച് കൊടുക്കണം, ആവിയൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു അരമണിക്കൂറോളം ഇങ്ങനെ വെക്കണം കേട്ടോ കനലിൽ. അപ്പോൾ ചോറൊക്കെ നല്ല ആവി കയറിയിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചോറ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ചോറൊക്കെ പാകത്തിന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ ചോറിങ്ങനെ ചോറ് വെച്ച നല്ല മിക്സ് ചെയ്തിട്ട് വിളമ്പിയെടുക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. അപ്പോൾ എല്ലാവരും ആട്ടിറച്ചിയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ആരും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തിടക്കുന്ന ബെല്ലൈക്കണും കൂടി അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അമർത്തി കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.